नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 10ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി SC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 9 അധ്യായങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാമത്തെ അധ്യായമാണ്, വിഭൂതി യോഗം. 7ാമത്തെ അധ്യായം മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ 9ാമത്തെ അധ്യായം മുതൽ അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാന്റെ ഭക്തിയോഗത്തിനെ കുറിച്ച് പറയുന്നു. 9, 10, 11, 12 അധ്യായങ്ങളിൽ ഭഗവാന്റെ ഭക്തിയോഗത്തിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അത് കൂടുതൽ രഹസ്യമാണ് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജവിദ്യ രാജഗുഹ്യം, അത് തുടങ്ങുന്നത് തന്നെ ഇതി ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടാണ്. അത് വളരെ രഹസ്യമാണ്, അതീവ രഹസ്യമാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഭഗവാന്റെ ഭക്തന്മാരെന്താണ് ചെയ്യുന്നത്, ഭഗവാന്റെ ഭക്തന്മാരും ദേവന്മാരുടെ ഭക്തന്മാരും എവിടെയാണ് എത്തിച്ചേരുന്നത്, അതേപോലെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള യോഗശക്തികൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആ വിഭൂതി യോഗം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നേട്ടമെന്നും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. വിഭൂതി യോഗം ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തിയിൽ നമ്മൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് വിഭൂതി യോഗം പഠിച്ചാലുള്ള ഒരു ഏറ്റവും വലിയ നേട്ടമാണ്. കാരണം നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് നമ്മൾക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ്. ഇപ്പൊ ഭഗവാൻ കഴിഞ്ഞ അധ്യായം പറഞ്ഞ് അവസാനിപ്പിച്ചത് മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു. ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ നമസ്കരിക്കുക. അതിലേറ്റവും പ്രധാനമായിട്ട് ഭഗവാൻ പറഞ്ഞത് മന്മന എന്നാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക എന്നാണ്. പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ് മനസ്സ് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭൗതികമായി ചിന്തിക്കുന്ന മനസ്സിനെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഭഗവാൻ അതിനുവേണ്ടി വിഭൂതിയോഗം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾക്ക് കാണാനും അറിയാനും സാധിക്കുന്ന വസ്തുക്കളിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള വസ്തുക്കളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഭഗവാന്റെ പ്രാതിനിധ്യം എന്താണ് എന്ന് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഭൂതിയോഗം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ 75ഓളം വിഭൂതികളെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ആ 75 വിഭൂതികളും നമ്മൾ എപ്പോഴും ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതികമായി ചിന്തിക്കുന്ന മനസ്സ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള പരിശീലനം ആ മനസ്സിന് ലഭിക്കും. അതാണ് ഈ വിഭൂതിയോഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വിഭൂതിയോഗം പഠിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ഈ അധ്യായത്തിലേക്ക് നോക്കാം. വിഭൂതിയോഗം ഈ അധ്യായത്തിൽ 42 ശ്ലോകങ്ങളാണുള്ളത്. ഈ അധ്യായം പഠിക്കുന്നതിന് വേണ്ടി, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾക്ക് 4 ഭാഗമാക്കി തിരിക്കാൻ സാധിക്കും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്. വിഭൂതിയോഗത്തിന് നമുക്ക് 4 ഭാഗമാക്കി തിരിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഭാഗം
ആദ്യ ഭാഗം 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങൾ. 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണനെ ദേവന്മാരോ മഹർഷിമാരോ അറിയുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനെ ദേവന്മാരോ മഹർഷിമാരോ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് തന്നെ വിഭൂതിയോഗത്തിന്റെ പ്രാധാന്യവും പറയുന്നുണ്ട്. വിഭൂതിയോഗത്തിന്റെ പ്രാധാന്യം പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ ദേവന്മാരോ മഹർഷിമാരോ അറിയുന്നില്ല എന്ന കാര്യം പറയുന്നുണ്ട് ഒന്നാമത്തെ ഭാഗത്തിൽ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളിൽ. രണ്ടാമത്തെ ഭാഗം 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളാണ്. 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ ചതുശ്ലോകി ഭഗവത്ഗീതയാണ് പറയുന്നത്. ചതുശ്ലോകി ഭഗവത്ഗീത ഈ 10ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ, 8, 9, 10, 11, 4 ശ്ലോകത്തിൽ ഭഗവത്ഗീതയുടെ മുഴുവൻ രഹസ്യം പറയുന്നതാണ് ചതുശ്ലോകി ഭഗവത്ഗീത. ഭഗവത്ഗീത എന്തിനു ഉപദേശിച്ചു, ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്ന് ഈ 4 ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ രണ്ടാമത്തെ ഭാഗത്ത്. മൂന്നാമത്തെ ഭാഗം 12 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ്. മൂന്നാമത്തെ ഭാഗം 12 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് അംഗീകരിച്ചത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ അംഗീകരിച്ചത് എന്ന് അർജുനൻ പറയുന്ന ഭാഗമാണ് 12 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ. അതിനുശേഷം അവസാനത്തെ ഭാഗം 19 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിൽ 19 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് പറയുകയാണ്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ 19 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയും. ക്ലിയർ ആണോ? ഏതൊക്കെയാണ് ഭാഗം എന്നുള്ളത് ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് ശ്ലോകങ്ങളിലേക്ക് നോക്കാം. 10ാമത്തെ അധ്യായം വിഭൂതി യോഗം. 1ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നതാണ്, ശ്രീ ഭഗവാൻ വാച ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമയ. ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ കൂടുതൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഞാൻ ഉപദേശിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. പരമം വച, പരമമായിട്ടുള്ള രഹസ്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യമെല്ലാം രഹസ്യമാണ്. ഭഗവാനെ കുറിച്ച് എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നല്ലതുമാണ്, അല്ലെ? ഭഗവാനെ കുറിച്ച് എത്രത്തോളം നമ്മൾ കേൾക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ ഭൗതിക ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാൻ കൂടുതൽ കാര്യങ്ങൾ അർജുനൻ ചോദിക്കാതെ തന്നെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്? അത് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമയ. നീ എൻ്റെ സുഹൃത്തായതുകൊണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാൻ നിനക്ക് നിന്റെ നന്മയ്ക്കായിട്ട് എന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ പറഞ്ഞു തരാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഭഗവാന്റെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞാൽ ഭഗവാൻ ചോദിക്കാതെ തന്നെ ആ വ്യക്തിയുടെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കും, അല്ലെ? അർജുനൻ ഭഗവാന്റെ ഭക്തനും ഭഗവാന്റെ സുഹൃത്തുമായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഞാൻ എന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ, കൂടുതൽ രഹസ്യങ്ങൾ, പരമമായിട്ടുള്ള രഹസ്യം പറഞ്ഞു തരാമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിനുശേഷം ഭഗവാൻ തന്നെ പറയുന്നു 2ാമത്തെ ശ്ലോകത്തിൽ, നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷിയ അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശാം. ഈ ഭഗവാന്റെ പൊസിഷൻ, യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്നത് ഒരു പബ്ലിക് നോളജ് അല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും അറിയുകയില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്നുള്ള സത്യം. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം, എല്ലാ ദേവന്മാരുടെയും അധിപതി ഭഗവാനാണ്, എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ള രഹസ്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല എന്ന് ഭഗവാൻ ഇവിടെ പറയും. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് മാത്രമല്ല,
ദേവന്മാർക്കോ മഹർഷിമാർക്കോ പോലും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര അധികം അത്യധികം രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഭഗവാന്റെ പൊസിഷനെ കുറിച്ചുള്ള ജ്ഞാനം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷിയ. വലിയ വലിയ മഹർഷിമാർക്കോ അല്ലെങ്കിൽ സുരഗണ ദേവന്മാർക്കോ ഒന്നും ഭഗവാനെ കുറിച്ച് അറിയില്ല. അപ്പൊ പിന്നെ സാധാരണ മനുഷ്യന്മാരെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ദേവന്മാർക്കോ മഹർഷിമാർക്കോ പോലും ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം അറിയുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ അത് വെളിപ്പെടുത്തുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശ. പക്ഷെ എല്ലാ മഹർഷിമാരുടെയും ദേവന്മാരുടെയും ഉറവിടമാരാണ്? ഭഗവാൻ തന്നെയാണ്. പക്ഷെ മായാശക്തി കൊണ്ട് ആ ദേവന്മാർക്കോ മഹർഷിമാർക്കോ ഭഗവാനെ കുറിച്ചുള്ള സത്യമെല്ലാം അറിയുകയില്ല. ആർക്കാണോ ഭഗവാൻ കൃപാപൂർവം ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നൽകുന്നത് അവർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. 8ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന്. ഭക്ത്യാ തുനന്യാ ശക്യ അഹമേവം വിദോർജുന. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ വലിയ വലിയ ഉയർന്ന ദേവന്മാർക്കോ മഹർഷിമാർക്കോ പോലും ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം അറിയില്ല എന്ന് പറഞ്ഞു. ഇനി ഭഗവാനെ കുറിച്ചുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 3ാമത്തെ ശ്ലോകത്തിൽ, യോമാം അജമനാദിംച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യത. ഭഗവാനെ കുറിച്ചുള്ള സത്യം അറിഞ്ഞാൽ തന്നെ അതുകൊണ്ട് മാത്രം നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും. നമ്മൾ വേറെ വലിയ വലിയ തപസ്സുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ കുറിച്ച് അറിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത്. സർവപാപൈ പ്രമുച്യത. കാരണം എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും നമുക്ക് മുക്തനാകാനും സാധിക്കും. അപ്പൊ ഭഗവാനെ കുറിച്ച് എന്താണ് അറിയേണ്ടത് എന്നും ഭഗവാൻ 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭഗവാനെ കുറിച്ച് എന്തറിഞ്ഞാലാണ് നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകുന്നത്? യോ മാം അജം അനാദിം ച വേത്തി ലോക മഹേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപേ പ്രമുച്യത. അജം അനാദിം ച. ഭഗവാൻ ഒരിക്കലും ജനിക്കാത്തവനാണ്. ഭഗവാൻ നമ്മളെ പോലെ നിർബന്ധപൂർവം ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവാത്മാവല്ല. ഭഗവാൻ സ്വതന്ത്രമായിട്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ജനിക്കാത്തവനാണ്. യോ മാം അജം അനാദിഞ്ച. തുടക്കമില്ലാത്തവനാണ്. ഭഗവാന്റെ ഉറവിടം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉറവിടവും ഇല്ലാത്തവനാണ് ഭഗവാൻ. തുടക്കമില്ലാത്ത വ്യക്തിയാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും തുടക്കവുമാണ് ഭഗവാൻ. യോ മാം അജം അനാദിഞ്ച വേത്തി ലോകമഹേശ്വരം. എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്തായിട്ട് മാറും? അസമ്മൂഢസമർത്ഥ്യേഷു. അദ്ദേഹത്തിന്റെ എല്ലാ അജ്ഞാനവും ഇല്ലാതാകും. അസമ്മൂഢനായിട്ട് മാറും. അല്ലെ? സമ്മൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഢനായിട്ടുള്ള വ്യക്തി, അജ്ഞാനിയായിട്ടുള്ള വ്യക്തി. അസമ്മൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൂഢത്വവും അവസാനിച്ച വ്യക്തി എന്നാണ് അർത്ഥം. എല്ലാവിധ അജ്ഞാനത്തിൽ നിന്നും ആ വ്യക്തിക്ക് മോചനമുണ്ടാകും. എങ്ങനെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനനമില്ലാത്തവനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദിയില്ലാത്തവനാണ്, തുടക്കമില്ലാത്തവനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ. വേത്തി ലോക മഹേശ്വരം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി അസമ്മൂഢൻ ആയിട്ട് മാറും. സമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യത. ആ വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാവുകയും ചെയ്യുമെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവരുടെയും തുടക്കം ഭഗവാനാണെന്ന് പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യ സൃഷ്ടികളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട് 6ാമത്തെ ശ്ലോകത്തിൽ. മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തഥ മദ്ഭാവ മാനസാജാത യേഷാം ലോകം ഇമാ പ്രജ. ഇവിടെ
ലോകത്തിലുള്ള സർവ്വ സൃഷ്ടികളും ആരംഭിച്ചത് ആരിൽ നിന്നാണ് എന്ന് ഭഗവാൻ പറയാണ്. തുടക്കക്കാർ, എല്ലാ മനുഷ്യരുടെയും മുൻഗാമികളായിട്ടുള്ള വ്യക്തികൾ, അവരും ഭഗവാന്റെ പുത്രന്മാരാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആരൊക്കെയാണ് ആദ്യത്തെ സൃഷ്ടി? മഹർഷിയെ സപ്തർഷികൾ, സപ്തർഷിമാര്, അതേപോലെ സപ്തപൂർവെ ചത്വാരോ മനവസ്തത. ചത്വാരോ എന്ന് പറയുന്നത് 4 കുമാരന്മാർ, സനകാദി മഹർഷിമാർ, അതേപോലെ മനുവസ്തത, മനു, ഇവരൊക്കെ പ്രജാപതിമാരാണ്. ആദ്യത്തെ സൃഷ്ടിയാണ്. ആദ്യത്തെ സൃഷ്ടിയുടെ തുടക്കവും ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. യേശാം ലോക ഇമാ പ്രജ മദ്ഭാവ മാനസാജാത, ഭഗവാനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ സൃഷ്ടികളാണെന്ന് ഇവിടെ പറയുന്നു. അപ്പം അവരെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാന്റെ വിഭൂതികളാണ്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളാണ്. അങ്ങനെയുള്ള വിഭൂതികളെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്നത്. ഈ വിഭൂതികൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 7ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വതഃ സ്വ അവികൽപേന യോഗേന യുജ്യതേനാത്ര സംശയ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ വിഭൂതികൾ, ഭഗവാൻ ഇവിടെ പറയാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ, മമയോ വേത്തി തത്വതഃ, അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സ്വ അവികൽപേന യോഗേന യുജ്യതേന അത്ര സംശയം. ഭഗവാന്റെ ഭക്തിയോഗത്തിൽ നമ്മൾക്ക് കലർപ്പില്ലാത്ത ഭക്തിയോഗത്തിലേക്ക് മുഴുകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഭഗവാന്റെ ശുദ്ധഭക്തി ലഭിക്കും, ഭഗവാന്റെ സേവനം നമ്മൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ലഭിക്കേണ്ടത്. ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ മറന്നുപോയി, അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഭഗവാന്റെ ഭക്തിയിലേക്ക് തിരിച്ചു വരാൻ ഒരു ജീവാത്മാവിന് സാധിക്കും എന്ന് പറയും. അതിനുശേഷം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട്. 75ഓളം വിഭൂതികൾ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. 8 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ ചതുശ്ലോകി ഭഗവത്ഗീതയാണ്, ഭഗവത്ഗീതയായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകം, 8ാമത്തെ ശ്ലോകം, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവസമന്വിത. അഹം സർവസ്യ പ്രഭവോ, ഭഗവാൻ പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉറവിടം. സർവസ്യ പ്രഭവോ, ആധ്യാത്മിക ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും ആധ്യാത്മിക ലോകത്തിലുള്ള എല്ലാ ജീവാത്മാക്കളുടെയും ഭൗതിക ലോകത്തിലുള്ള എല്ലാ ജീവാത്മാക്കളുടെയും ദേവീദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒക്കെ ഉറവിടം ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവസമന്വിത. പക്ഷെ ഇത് ആർക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മായാമോഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ബുദ്ധിമാന്മാർക്ക് മാത്രമാണ് ഭഗവാനെ കുറിച്ചുള്ള ഈ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബുധാഭാവസമന്വിത എന്ന് പറയുന്നത് ബുദ്ധിമാന്മാർ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്നും പറയുന്നുണ്ട്. ഇതി മത്വ ഭജന്തേ മാം, ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചവർ ഭഗവാനെ സേവിക്കാൻ തുടങ്ങുന്നു എന്ന് പറയും. ഭജന്തേ മാം ബുധ ഭാവസമന്വിത, വളരെ സ്നേഹത്തോടുകൂടി ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങുമെന്ന് പറയുന്നു. ഭഗവാനെ കുറിച്ചുള്ള ഈ സത്യം, ഭഗവാനാണ് എല്ലാറ്റിന്റെയും ഉറവിടം, പരമപുരുഷനായിട്ടുള്ള വ്യക്തി ഭഗവാനാണ്, ഭഗവാനേക്കാൾ ഉപരിയായിട്ട് ആരുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആരാധിക്കുന്നു, ഉള്ളഴിഞ്ഞ് ആരാധിക്കുന്നു. അവർക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കാനില്ല, അല്ലെ? ഭഗവാൻ ആരാധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, ദോഷമാകുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവീദേവന്മാർക്ക് പ്രശ്നമാകുമോ, അതൊന്നും അവർക്ക് ചിന്തിക്കാനില്ല. കാരണം ഭഗവാൻ തന്നെയാണ് പരമപുരുഷൻ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർ പൂർണ്ണ മനസ്സോടുകൂടി അവർ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങും. അത് ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളാണെന്ന് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. ബുധാഭാവസമന്വിത, ലോകത്തിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാൻ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. സാധാരണ വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നില്ല. സാധാരണ വ്യക്തികൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മച്ചിത്താം അദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച
രമന്തിച്ച. അവരെങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്ന് പറയുന്നു. മച്ചിത്താമദ്ഗതപ്രാണ, അവരെപ്പോഴും മനസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നു. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ, ഭഗവാന്റെ ഐശ്വര്യം, ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ നാമങ്ങൾ, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഭഗവാന്റെ ഭക്തന്മാർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെ മനസ്സിലെപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തയാണ്. അതാണ് ഇവിടെ പറഞ്ഞത് മച്ചിത്ത മദ്ഗതപ്രാണ. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അവർക്ക് മറ്റൊന്നും നേടാനായിട്ടില്ല. മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം. അങ്ങനെയുള്ള ഭക്തന്മാർ തമ്മിൽ കാണുന്ന സമയത്ത് അവരെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവർ സംസാരിക്കുന്നതും ഭഗവാനെ കുറിച്ചാണ്. ബോധയന്ത പരസ്പരം കഥയന്തശ്ചമാം നിത്യം, എപ്പോഴും അവർ ഭഗവാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തുഷ്യന്തീചാരമന്തിച്ച, അവരങ്ങനെയാണ് ആനന്ദം കണ്ടെത്തുന്നത്. അവരുടെ ആനന്ദം എന്താണ്? ഭഗവാനെ കുറിച്ച് സംവദിക്കുക എന്നുള്ളതാണ് അവരുടെ ആനന്ദം. അങ്ങനെയുള്ളവരാണ് മഹാത്മാക്കൾ എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മഹാത്മാനസ്തുമാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാമാം ഭൂതാതിമവ്യം. എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മഹാത്മാക്കൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ഭഗവാനെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയും. ആ കാര്യം തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തി. 10ാമത്തെ ശ്ലോകത്തിൽ പറയും. അപ്പോൾ ഭഗവാനെ കുറിച്ചുള്ള അറിവ് ഒരിക്കലും ഒരിക്കലും അവസാനിക്കുന്നില്ല. എത്ര അറിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. ഭഗവാനെ കീർത്തിക്കും തോറും ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിവ് ഭഗവാൻ നൽകിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യേശാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. ഭഗവാനോട് സ്നേഹപൂർവം ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, സന്തോഷത്തോടുകൂടി ഭഗവാനെ സേവിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ ജ്ഞാനം ഭഗവാൻ നൽകുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിത. അങ്ങനെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉറച്ച് അവർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് അവർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ അവർക്ക് ആ ജ്ഞാനം നൽകുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. 11ാമത്തെ ശ്ലോകത്തില് തേഷാം ഏവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമ. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അവർക്ക് ആ ജ്ഞാനം നൽകുന്നത്, അല്ലെ? കാരണം ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എല്ലാ ജീവാത്മാക്കളും ഇവിടെ ഭൗതിക ലോകത്തിൽ ബുദ്ധിമുട്ടുന്നത്. അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാനുമായിട്ടുള്ള ബന്ധം അറിയാത്തത് കൊണ്ട് അവർ ഭഗവാന്റെ സേവനം ചെയ്യാതെ മറ്റു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ജീവാത്മാക്കളോട് കരുണ തോന്നിയിട്ടാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം അവർക്ക് ഹൃദയത്തിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാനുമായിട്ടുള്ള ബന്ധം അവർക്ക് വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത്. അതാർക്കാണ് ഭഗവാൻ ആ ജ്ഞാനം നൽകുന്നത്? തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ. ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം സന്തോഷപൂർവ്വം ചെയ്യുന്നവർക്കാണ് ഭഗവാൻ ആ ജ്ഞാനം നൽകുന്നത് എന്ന് പറയും. ഭജതാം പ്രീതിപൂർവകം, ഭഗവാനെ സന്തോഷത്തോടുകൂടി ഭജിക്കുന്നവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മൾ മറന്നുപോയിട്ടുള്ള ബന്ധം വീണ്ടും ഭഗവാൻ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം, അല്ലെ? എന്താണ് അജ്ഞാനം? ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് ഓർമ്മയില്ല, അതാണ് ജ്ഞാനം. അതുകൊണ്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ജ്ഞാനം എന്താണ്? ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ ഭഗവാന് ഇന്ന സേവനമായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തിക്ക് ഭഗവാന്റെ സേവനത്തിൽ തുടരാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികളോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ എന്തു ചെയ്യുന്നു? തേഷാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസുത.
ഭഗവാൻ അവരുടെ ഹൃദയത്തിലിരിക്കുന്നുണ്ട്. ആ ഹൃദയത്തിൽ ഭഗവാനെ കുറിച്ച് അറിയാൻ ആകാംക്ഷയുള്ള വ്യക്തികൾക്ക്, ഭഗവാനെ സന്തോഷപൂർവ്വം സേവിക്കുന്നവർക്ക് ഭഗവാനെ കുറിച്ചുള്ള ആ ബന്ധം ഭഗവാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുക്കും. നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസുത. ഭഗവാൻ ആ ജ്ഞാനദീപം വീണ്ടും കൊളുത്തി വെക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അർജുനൻ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ എങ്ങനെയാണ് അർജുനൻ സ്വീകരിച്ചത്, അർജുനൻ എന്താണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യങ്ങൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. 12 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അർജുന വാച, 12ാമത്തെ ശ്ലോകം മുതൽ അർജുനാണ് പറയുന്നത്. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്ത്വാം ഋഷേ സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ ബ്രവീഷിമേ. അങ്ങാരാണ്? അങ്ങൊരു സാധാരണ വ്യക്തിയല്ല. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഓരോ വാക്കിനും വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. നമ്മൾക്ക് എല്ലാ അർത്ഥവും ഈ ക്ലാസ്സിൽ ഓവർവ്യൂവിൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി വിഭൂതിയെ കുറിച്ച് പറയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും സെഷനിൽ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ അർജുനൻ പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് നമ്മൾക്ക് നോക്കാം. പരംബ്രഹ്മ, ഭഗവാൻ പരംബ്രഹ്മമാണ്. ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അങ്ങ് പരംബ്രഹ്മമാണ്. നമ്മളൊക്കെ ബ്രഹ്മമാണ്. അഹം ബ്രഹ്മാസ്മി. നമ്മൾ ജീവാത്മാക്കളാണ്. നമ്മൾ പരംബ്രഹ്മമല്ല. പരംബ്രഹ്മമാരാണ്? പരംബ്രഹ്മം അങ്ങാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് പറയും. എല്ലാ ബ്രഹ്മത്തിന്റെയും ഉറവിടം, അതിനെയാണ് പരംബ്രഹ്മം എന്ന് പറയുന്നത്. പരംബ്രഹ്മ പരംധാമ, ഏറ്റവും ഉന്നതമായിട്ടുള്ള അഭയസ്ഥാനവും ഭഗവാൻ തന്നെയാണ്. പവിത്രം, എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്നത്. ആരൊക്കെയാണോ ഭഗവാനോട് അടുക്കുന്നത് അവരെയൊക്കെ ഭഗവാൻ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് ഭഗവാനെ ഇവിടെ അർജുനൻ പവിത്രം എന്ന് വിളിക്കുന്നത്. പരമം ഭവാൻ, പരമമായിട്ടുള്ള വ്യക്തി ഭഗവാൻ ആരാണ്? ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നിവിടെ പറയുന്നു. പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. പുരുഷം, അങ്ങൊരു വ്യക്തിയാണ് അല്ലെ. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശമോ അല്ലെങ്കിൽ ഒരു ശക്തിയോ ഒന്നുമല്ല. അദ്ദേഹം ഒരു വ്യക്തിയാണ്. പുരുഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആഗ്രഹങ്ങളുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേൾക്കാം. അദ്ദേഹം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും, നമ്മളോട് പ്രതികരിക്കും. നമ്മൾ മോശമായിട്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് അത് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭഗവാന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് ഭഗവാൻ പ്രതികരിക്കും അല്ലെ. യേ യഥാ മാം പ്രബദ്ധ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവാൻ പറയുന്നു. എങ്ങനെയാണോ ഒരു വ്യക്തി എന്നോട് പെരുമാറുന്നത് അതിനനുസരിച്ച് ഞാൻ അദ്ദേഹത്തോടും പെരുമാറുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഭഗവാൻ കല്ലോ മണ്ണോ മരമോ അല്ലെങ്കിൽ പ്രകാശമോ നിർഗുണമായിട്ടുള്ള ഒന്നുമല്ല. നിർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ഗുണത്തിന് ഉപരിയാണ് എന്നാണ് അർത്ഥം. അവിടെ ആധ്യാത്മിക ഗുണങ്ങളുണ്ട്. അപ്പോൾ ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അർജുനൻ. പുരുഷനാണ് ഭഗവാൻ, ഒരു വ്യക്തിയാണ്. ശാശ്വതം, ഭഗവാൻ ഒരിക്കലും മാറ്റമില്ലാത്ത വ്യക്തിയാണ്. ശാശ്വതം, ദിവ്യം, ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ല ഭഗവാൻ. അതുകൊണ്ടാണ് ദിവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമായതൊക്കെ ഭൗതികമാണ്. അതിനുപരിയായിട്ടുള്ളതാണ് ദിവ്യം എന്ന് പറയുന്നത്. ദിവ്യം, ആദിദേവം, എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണ്. ആദിദേവം, അജം, ജനിക്കേണ്ടാത്തവനാണ്. ഭഗവാൻ ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജനിക്കേണ്ട ആവശ്യമില്ല. അജം, വിഭും, അദ്ദേഹമാണ് എല്ലാ ജീവാത്മാക്കളുടെയും നിയന്ത്രകൻ. ജീവാത്മാവ് അണുവാണ്. വളരെ ചെറിയ സൈസാണ് ജീവാത്മാവിന്റെ സൈസ്. ഭഗവാൻ വിഭുവാണ്. ഭഗവാന്റെ വലുപ്പം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് ഭഗവാനെ വിഭും എന്ന് വിളിച്ചിട്ടുള്ളത്. ഇതൊക്കെ അർജുനൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. ഇപ്പോൾ ഭഗവാൻ നേരിട്ട് പറഞ്ഞ് അർജുനന് കേൾക്കാനും സാധിച്ചു. എവിടുന്നാണ് അർജുനൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ, 13ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നത്.
അഹുസ്താം ഋഷയ സർവേ ദേവർഷിർ നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമി. ആഹുസ്താം ഋഷയ സർവേ, ഇത് ഞാൻ നേരത്തെ ഋഷിമാരിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഭഗവാനെ കുറിച്ചുള്ള സത്യം. ഏതൊക്കെ ഋഷിമാരാണ്? സാധാരണ ഋഷിമാരല്ല. ദേവർഷിർ നാരദസ്തദ, ദേവർഷിയായിട്ടുള്ള നാരദമുനി, നാരദ മഹർഷി, അസിതൻ, ദേവലൻ, വ്യാസൻ, ഇങ്ങനെ ഏറ്റവും ഉന്നതരായിട്ടുള്ള മഹർഷിമാരിൽ നിന്നും ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങളെ കുറിച്ച് കേൾക്കാൻ അർജുന് സാധിച്ചിട്ടുണ്ട്. ഗുരുപരമ്പര വഴി, വ്യത്യസ്തമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ. ഇപ്പോൾ നേരിട്ട് ഭഗവാൻ ഇതേ കാര്യം പറയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സ്വയം ചെയ്വ ബ്രവീഷിനി, ഭഗവാൻ നേരിട്ട് ഭഗവാനെ കുറിച്ച് തന്നെ പറഞ്ഞു തരുന്നു. അങ്ങനെ കേൾക്കാനുള്ള ഒരു ഭാഗ്യം അർജുനുണ്ടായി. അത് അർജുന് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് അർജുനൻ പറയുന്നു, സർവമേത ധൃതം മന്യേ യന്മാൻ വദസി കേശവ നഹിതേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ധാനമ. എങ്ങനെയാണ് അർജുനൻ ഭഗവത്ഗീത സ്വീകരിച്ചത് എന്ന് ഇവിടെ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അർജുനൻ യാതൊരു വ്യാഖ്യാനവും കൂടാതെ, ഇന്ന വാക്ക് ഇന്നതാണ്, കുരുക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാണ് അല്ലെങ്കിൽ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാതെ, യാതൊരു വ്യാഖ്യാനവും ഇല്ലാതെ എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതേപടി ഭഗവാൻ പറയുന്നു. അഹം സർവസ്യ പ്രഭവം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഞാൻ എല്ലാറ്റിൻ്റെയും ഉറവിടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭഗവാനെ കുറിച്ചൊന്നും വ്യാഖ്യാനിക്കാൻ നിൽക്കാതെ നേരിട്ട് അതേപടി അർജുനൻ പൂർണ്ണമായിട്ടും സത്യമായിട്ടും സ്വീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. സർവമേത ഋതം മന്യേ, അങ്ങ് പറഞ്ഞതെല്ലാം ഋതമായിട്ട്, ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്നാണ് അർത്ഥം. സത്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം സർവം ഏതത് ഋതം മന്യ, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമായിട്ട് കരുതി ഞാൻ സ്വീകരിക്കുന്നു. മന്യേ യന്മാം വദസി കേശവ നഹിതേ ഭഗവൻ വ്യക്തിയും വിദുർദേവാന ധാനവ. അങ്ങയുടെ വ്യക്തിത്വം, അങ്ങയുടെ പൊസിഷൻ, അതിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാണ് അർജുനൻ പറയുന്നത്. അർജുനൻ ഭഗവാന്റെ വ്യക്തിത്വത്തിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. സ്വയമേവാത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂദേശ ദേവദേവ ജഗത്പദേ. ഭഗവാന് മാത്രമേ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭഗവാനിൽ നിന്നുള്ള ഗുരുപരമ്പരയിൽ നിന്ന് കേട്ടാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയ്ക്കും രഹസ്യമാണ് ഭഗവാനെ കുറിച്ചുള്ള കാര്യം, സത്യങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അർജുനന് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ആ വിഭൂതി യോഗത്തിലൂടെയാണ് നമ്മൾ ഭക്തിയോഗത്തിലേക്ക് കടക്കുന്നത്. പെട്ടെന്ന് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പൊ ഭഗവാൻ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന വസ്തുക്കളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു തരാനാണ്, ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. 16ാമത്തെ ശ്ലോകത്തിൽ വക്തുമർഹസ്യ അശേഷേണ ദിവ്യാഹ ആത്മവിഭൂതയ യാഭിർ വിഭൂതിഭിർ ലോകാൻ ഇമാം ത്വം വ്യാപ്യ തിഷ്ഠസി. എങ്ങനെയാണ് അങ്ങേ മഹർഷിമാർ, യോഗിമാർ എല്ലാ സമയത്തും ചിന്തിക്കുന്നത്? അങ്ങ് നേരത്തെ പറഞ്ഞു മന്മനാഭവം മദ്ഭക്ത, എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ മുന്നത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു എപ്പോഴും എല്ലാ സമയവും തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ, എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കണം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് പോസിബിൾ ആയിട്ടുള്ളത്? നമ്മൾ പല സമയത്തും പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വസ്തുക്കൾ, നമ്മൾക്ക് പരിചയമുള്ള വസ്തുക്കളിൽ ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ ഇവിടെ വിഭൂതി യോഗം ചോദിക്കുന്നത്. അത് നമ്മൾക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. ഭൗതികമായിട്ട് ചിന്തിക്കുന്നവർക്ക് ആ ഭൗതിക വസ്തുക്കളിൽ തന്നെ ഭഗവാൻ ഉണ്ട് എന്നറിയാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് വിഭൂതി യോഗം ചോദിക്കുന്നത്. എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള വഴിയാണ് വിഭൂതി യോഗം. അതുകൊണ്ട് അത് വിസ്തരിച്ച് പറയണം എന്നാണ് അർജുനൻ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതെനിക്ക് എത്ര കേട്ട് കഴിഞ്ഞാലും മതിയാവുകയില്ല, ഭഗവാനെ കുറിച്ച് എത്ര കേട്ടാലും ഭക്തന്മാർക്ക് മതിയാവുകയില്ല എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അപ്പൊ ഭഗവാൻ അതിന് മറുപടി പറയുന്നു 19ാമത്തെ ശ്ലോകത്തില്. എന്താണ് ഭഗവാൻ പറയുന്നത്? ഞാൻ വിസ്തരിച്ചൊന്നും പറയുന്നില്ല. കാരണം എന്താണ്? ഇത് യുദ്ധഭൂമിയാണ്. ആ കാര്യമൊക്കെ അർജുനൻ മറന്നുപോയി. ഭഗവാനെ കുറിച്ച് കേട്ട് മതിമറന്ന്
യുദ്ധം ചെയ്യേണ്ട കാര്യമൊക്കെ അർജുനൻ മറന്നുപോയി. യുദ്ധഭൂമിയാണ് എന്നുള്ള കാര്യം പോലും അർജുനൻ മറന്നുപോയി. പക്ഷെ ഭഗവാൻ അത് മറന്നിട്ടില്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ വിസ്തരിച്ചൊന്നും പറയുന്നില്ല, ഞാൻ പ്രധാനപ്പെട്ട ചില സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ. ബാക്കി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ വിഭൂതി വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെറിയ ആ വിഭൂതികത്തിന്റെ ഒരു സൂചന മാത്രം ഞാൻ നൽകാമെന്നാണ് ഇവിടെ അർജുനോട് ഭഗവാൻ പറയുന്നത് 19ാമത്തെ ശ്ലോകത്തില്. ഹന്തതേ കഥയിഷ്യാമി ദിവ്യാ ഹ്യാത്മവിഭൂതയ പ്രാധാന്യത കുരുശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യമി. ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ആ വിഭൂതിയോഗത്തിന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അല്ല, പൂർണ്ണമായിട്ടും ഇവിടെ ഭഗവാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? അന്തതേ കഥയിഷ്യാമി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് ഒരു അവസാനം ഉണ്ടാവില്ല. നാസ്തന്ത്യോ വിസ്തരസ്യമേ, വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവില്ല, പിന്നെ യുദ്ധം ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നും ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് 20ാമത്തെ ശ്ലോകം മുതൽ 42ാമത്തെ ശ്ലോകം വരെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. 75ഓളം വിഭൂതികളുണ്ട്. അത് നമ്മൾക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുന്നത് നല്ലതാണ്, ഓരോ വിഭൂതി. ഇപ്പോൾ നമ്മളെല്ലാം വിശദീകരിച്ച് പറയുന്നില്ല. ആ ശ്ലോകം ഓരോ ശ്ലോകം നോക്കിയാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 20ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന പരമാത്മരൂപത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ആരാണ്? അത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ വിഭൂതി നമ്മൾക്ക് കിട്ടി. എന്താണ്? അപ്പൊ നമ്മൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം, അഹമാത്മാ സർവഭൂതാശയസ്ഥിത. എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന പരമാത്മാവ് ഭഗവാൻ തന്നെ, ഭഗവാന്റെ വിഭൂതിയാണ് ഒന്നാമത്തെ വിഭൂതി. രണ്ടാമത് എന്താണ് ഭഗവാൻ പറയുന്നത്? അഹം ആദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവച. ആദി, മധ്യം, അവസാനം. ഒരു ജീവാത്മാവിന്റെ തുടക്കവും മധ്യവും അവസാനവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. അപ്പോൾ അത് രണ്ടാമത്തെ വിഭൂതിയാണ്. ഇങ്ങനെ എല്ലാ വിഭൂതികളും നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 75ഓളം വിഭൂതി, ഞാൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 75 വിഭൂതി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് നോക്കാം, അത് നമ്മൾക്ക് വായിക്കാം. അപ്പോൾ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടും. 21ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ആദിത്യാനാം അഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാം അഹം ശശി. ആദിത്യന്മാരിൽ ഭഗവാൻ വിഷ്ണുവാണ് എന്ന് പറയുന്നു. ആദിത്യാനാം അഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാം അഹം ശശി. ഇനി ഓരോ വിഭൂതികൾ ഓരോ ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആദിത്യന്മാരിൽ ഭഗവാൻ വിഷ്ണുവാണ്, ജ്യോതിഷുകളിൽ ഭഗവാൻ രവിയാണ്, സൂര്യനാണ്, മരുത്തുക്കളിൽ ഭഗവാൻ മരീചിയാണ് എന്ന് പറയുന്നു, നക്ഷത്രങ്ങളിൽ ഭഗവാൻ ശശി ചന്ദ്രനാണെന്ന് പറയുന്നു, വേദങ്ങളിൽ ഭഗവാൻ സാമവേദമാണെന്ന് പറയുന്നുണ്ട്. വേദാനാം സാമവേദോസ്മി 22ാമത്തെ ശ്ലോകത്തിൽ. ദേവാനാം അസ്മി വാസവാൻ, ദേവന്മാരിൽ ഭഗവാൻ ഇന്ദ്രനാണ് എന്ന് പറയുന്നു. ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതന. ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഇന്ദ്രിയം ഏതാണ്? മനസ്സ്. ആ മനസ്സ് ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. ഭൂതാനാം അസ്മി ചേതന, ജീവജാലങ്ങളിലുള്ള ജീവശക്തിയും ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരുപാട് വിഭൂതികൾ നമ്മൾക്ക് വളരെയധികം പരിചയമുള്ള വിഭൂതികളാണ്. 23ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, രുദ്രാണാം ശങ്കരശാസ്മി. 11 രുദ്രന്മാരുണ്ട്. ആ 11 രുദ്രന്മാരിൽ ശങ്കരൻ, മഹാദേവൻ, അതും ഭഗവാന്റെ വിഭൂതി തന്നെയാണ് എന്ന് പറയുന്നു. രുദ്രാണാം ശങ്കരശാസ്മി വിത്തേശോ യക്ഷരക്ഷസാം. യക്ഷരാക്ഷസന്മാരിൽ വിത്തേശൻ, കുബേരൻ ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. ഇതെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളാണ്. വസൂനാം പാവകശാസ്മി മേരു ശിഖരിണാമഹം. എല്ലാ വിഭൂതികളും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. ദേവർഷീണാം ച നാരദ. ദേവർഷിമാരിൽ ഭഗവാൻ നാരദനാണെന്ന് പറയുന്നുണ്ട്.
യജ്ഞങ്ങളിൽ ജപയജ്ഞമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യജ്ഞാനാം ജപയജ്ഞോസ്മി 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ വേദങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യജ്ഞം ഏതാണ്? യജ്ഞാനാം ജപയജ്ഞോസ്മി. ജപം, ഭഗവാന്റെ നാമജപം അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നത് എന്താണ്? ജപയജ്ഞമാണ്. ആ ജപയജ്ഞം എന്ത് തന്നെയാണെന്ന് പറയുന്നു? ഭഗവാൻ തന്നെയാണെന്ന് പറയും. ഭഗവാന്റെ വിഭൂതി തന്നെയാണ് ജപയജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ ജപയജ്ഞത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അശ്വത്ഥ സർവവൃക്ഷാണം. അപ്പൊ ഈ വിഭൂതികളൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ചുറ്റുപാടും കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കണം അല്ലേ? അപ്പോഴേ മന്മന ആവുകയുള്ളൂ. ഇപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് വൃക്ഷങ്ങൾ കാണുന്ന സമയത്ത്, ഏത് ഒരു ചെടി കാണുന്ന സമയത്ത്, ഒരു മരം കാണുന്ന സമയത്ത് ഭഗവാനെ ഓർക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് അശ്വത്ഥ സർവവൃക്ഷാണ്. എല്ലാ വൃക്ഷങ്ങളുടെയും ഇടയ്ക്ക് ഭഗവാൻ അശ്വത്ഥ വൃക്ഷമാണ്, അരയാൽ വൃക്ഷമാണ് എന്ന് ഭഗവാൻ പറയും. ഏത് വൃക്ഷം കാണുന്ന സമയത്തും നമ്മൾക്ക് ആ ഈ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ അരയാൽ വൃക്ഷമാണ് എന്ന് ഓർക്കാൻ സാധിക്കും. ഇങ്ങനെ മരങ്ങളെ കാണുന്ന സമയത്ത്, പക്ഷികളെ കാണുന്ന സമയത്ത്, പക്ഷികളുടെ കൂട്ടത്തിൽ ഭഗവാൻ ഗരുഡനാണ് എന്ന് ഭഗവാൻ പറയുന്നു. വൈനദേശ പക്ഷിണാം. അതേപോലെ മറ്റു മൃഗങ്ങളെ കാണുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട് കുതിരകളുടെ കൂട്ടത്തിൽ ഭഗവാൻ ഉച്ചൈസ്രവസ് ആണെന്ന് പറയുന്നു. അതേപോലെ ആനകളുടെ കൂട്ടത്തിൽ ഭഗവാൻ ഐരാവതമാണ് എന്ന് പറയുന്നുണ്ട്. ഐരാവതം ഗജേന്ദ്രാണ്. അതേപോലെ ഭഗവാൻ പറയുന്നുണ്ട് സിംഹങ്ങളുടെ കൂട്ടത്തിൽ, മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ സിംഹമാണ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ജീവജാലങ്ങളെയും മറ്റ് സസ്യജാലങ്ങളെയൊക്കെ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട്. അപ്പം ഭഗവാനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിനെയൊക്കെ സാധാരണ സസ്യങ്ങളായിട്ട് ഭൗതിക ദൃഷ്ടിയിലാണ് കാണുന്നത്. പക്ഷെ ഭഗവാൻ വിഭൂതി പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഏത് വസ്തുവിനെ കാണുമ്പോഴും നമ്മൾക്ക് ഭഗവാന്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെടാൻ സാധിക്കും അല്ലെ. ഭഗവാൻ പറയുന്നു സരസാമസ്മി സാഗര. ഒരു കടൽ തീരത്ത് പോകുന്ന സമയത്ത് പോലും നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ഭഗവാൻ പറയുന്നു ജലാശയങ്ങളിൽ ഞാൻ സാഗരമാണ്, കുന്നുകളിൽ പർവ്വതങ്ങളിൽ ഞാൻ ഹിമാലയമാണെന്ന് പറയുന്നു. അപ്പൊ ഏതൊരു പർവ്വതവും കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. നദികൾ കാണുന്ന സമയത്ത് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ഭഗവാൻ പറയുന്ന ആയുധങ്ങളിൽ ഞാൻ വജ്രമാണ് എന്ന് പറയുന്നു. അതേപോലെ നാഗങ്ങളിൽ, സർപ്പങ്ങളെ കാണുന്ന സമയത്ത് ഭഗവാൻ പറയുന്ന അനന്തശ്ചാസ്മി നാഗാനാം. നാഗങ്ങളിൽ ഭഗവാൻ അനന്തനാണ്. സർപ്പാണാമസ്മി വാസുകി. സർപ്പങ്ങളിൽ ഭഗവാൻ വാസുകിയാണ് എന്ന് പറയും. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളിൽ തന്നെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രാതിനിധ്യമുണ്ട്. അത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു വഴിയാണ് അല്ല. നേരിട്ട് നമ്മൾക്ക് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ദ്വിഭുജ രൂപം, ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപം ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിഭൂതിയോഗത്തിലൂടെ നമ്മൾക്ക് ആ ഭഗവാന്റെ രൂപത്തിലേക്ക് എത്താൻ സാധിക്കും. ആദ്യം ഭഗവാൻ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളിലൊക്കെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാന്റെ ദിവ്യരൂപം ദർശിക്കാൻ സാധിക്കും. ആ ദിവ്യരൂപത്തിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. വിശ്വരൂപം എന്നുള്ള അധ്യായത്തിൽ വിശ്വരൂപം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ദ്വിഭുജ രൂപത്തിന്റെ പ്രാധാന്യമാണ് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വിഭൂതിയോഗം മനസ്സിലാക്കണം. ചുറ്റുപാടും കാണുന്ന വസ്തുക്കളിൽ ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ആ വിഭൂതിയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 42-ാമത്തെ ശ്ലോകത്തിൽ അല്ലെ. അത് ഭഗവാനെ കുറിച്ചുള്ള വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. ഏറ്റവും വലിയൊരു വിഭൂതി, ഭഗവാനെ കുറിച്ചുള്ള ഒരു വിഭൂതി ഭഗവാൻ പറയുന്നുണ്ട് 42-ാമത്തെ ശ്ലോകത്തിൽ. എന്താണ് 42-ാമത്തെ ശ്ലോകം? അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്? അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന. ഈ പറഞ്ഞ വിഭൂതികളൊക്കെ ഓക്കെ
ഇനിയും ഞാൻ കൂടുതൽ വിശദമായിട്ട് ഓരോന്ന് പറയുന്നില്ല. ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് മനസ്സിലാക്കേണ്ടത്? അഥവാ ബഹുനേതേന കിം ജ്ഞാതേന തവാർജുന. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഭഗവാനെ കുറിച്ചുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ മുഴുവൻ ജഗത്തും, ജഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിനാണ് ഭഗവാൻ ജഗത്ത് എന്ന് പറയുന്നത്. ഭൗതിക പ്രപഞ്ചം, കോടാനുകോടി ഗ്രഹങ്ങളുള്ള ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചത്തിനെയാണ് ജഗത്ത് എന്ന് പറയുന്നത്. ആ ജഗത്ത് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഏകാംശേന സ്ഥിതോ ജഗത്. ഭഗവാന്റെ ശക്തിയുടെ ഒരംശം കൊണ്ടാണ് ഈ മുഴുവൻ ജഗത്തും നിലനിൽക്കുന്നത്. അത്രയും നീ മനസ്സിലാക്കിയാൽ മതി എന്നാണ് അർജുനോട് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഭഗവാന്റെ ശക്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അല്ല, ആരാണ് ഭഗവാൻ? നമ്മൾ ആരാധിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്നുള്ളതിന്റെ ഒരു രത്ന ചുരുക്കമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഇതിന്റെ വിശദീകരണം നമുക്ക് ബ്രഹ്മസംഹിതയിൽ കാണാൻ സാധിക്കും. ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തിന്റെ വിശദീകരണം, മുഴുവൻ ജഗത്തും ഭഗവാന്റെ ശക്തിയുടെ ഒരംശം കൊണ്ടാണ് നിലനിർത്തുന്നത് എന്നിവിടെ ഭഗവാൻ പറഞ്ഞു. അതിന്റെ വിശദീകരണം ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, അല്ലെ? എന്താണ് പറയുന്നത്? വിഷ്ണുർ മഹാൻ സ ഇഹയസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യക്കാരണാർണവജലേ ഭജതി സ്മയോഗ നിദ്രാമനന്ത ജഗദണ്ഡ സരോമകൂപ ആധാരശക്തിം അവലംബ്യ പരാം സ്വമൂർത്തിം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആ കാരണസമുദ്രത്തിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചങ്ങളും പുറത്തേക്ക് വരുന്നത്. ആ മഹാവിഷ്ണു ആരാണ് എന്നാണ് അവിടെ ഭഗവാനെ കുറിച്ച് പറയുന്നത്. വിഷ്ണുർ മഹാൻ സ കലയസ്യ വിഷ്ണുർ മഹാൻ കലാവിശേഷോ. ആ മഹാവിഷ്ണു ആരാണ്? ഭഗവാന്റെ ഒരു കലയാണ് എന്ന് പറയും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്തരണത്തിന്റെ വിസ്തരണം. അത് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള അതീവ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മഹാവിഷ്ണു പോലും ഭഗവാന്റെ ഒരു അംശമാണ് എന്നുള്ള കാര്യം. ആ കാര്യമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ ഇതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയ്ക്കും മഹത്താണ് ഭഗവാന്റെ പൊസിഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞത്. ഈ അധ്യായത്തിൽ ഭഗവാനെ കുറിച്ചുള്ള പരമമായിട്ടുള്ള ജ്ഞാനമാണ് പറയാൻ പോകുന്നത്. അതീവ രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിഭൂതിയോഗം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. വിശ്വരൂപം എന്നുള്ള അധ്യായത്തിൽ ആദ്യം ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഭഗവാൻ ചതുർഭുജ നാരായണ രൂപം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഭഗവാൻ സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നു. ആ ദ്വിഭുജ രൂപത്തിന്റെ പ്രത്യേകതകൾ ഭഗവാൻ അവിടെ വിവരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.